ഇന്ന് അമൃതം പൊടി ഉണ്ടയാണ് ഉണ്ടാക്കുന്നത്. ചുവട് കട്ടിയുള്ളൊരു പാത്രം അടുപ്പത്ത് വെച്ച് അതിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് വെച്ച് നെയ്യ് ചൂടായിട്ടുണ്ട്. അതിൽ അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബദാമോ മുന്തിരിയോ എന്ത് വേണമെങ്കിലും ചേർത്ത് കോരിയെടുക്കാം. തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ ഒരു 2 മിനിറ്റ് ചൂടാക്കി എടുക്കണം. തേങ്ങയിലെ വെള്ളത്തിൻ്റെ അംശം മാറിയിട്ടുണ്ടെങ്കിൽ അമൃതം പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ അര പാക്കറ്റ് 250 ഗ്രാം അമൃതം പൊടി ചേർത്ത് കൊടുത്തു. ഇത് ഒരു 2 മിനിറ്റ് ചൂടാക്കി എടുക്കാം. കരിയാതെ വറുത്തെടുക്കണം. ചുവട് കെട്ടിയുള്ള പാത്രത്തിലാണെങ്കിൽ ഉരുളിയിലെല്ലാം നല്ല എളുപ്പമായിരിക്കും. ഇത് 2 മിനിറ്റ് ആയിട്ടുണ്ട്. സ്റ്റവ് ഓഫ് ചെയ്ത് 2 ശർക്കര പാനിയാക്കാൻ വെച്ചിട്ടുണ്ട്. ഈ അമൃതം പൊടിയിൽ ഞാൻ ഈ അമൃതം പൊടിയുടെ നേർപകുതി വറുത്ത എള്ള് പൊടിച്ച് ചേർക്കുന്നുണ്ട്. എള്ള് നന്നായി കഴുകിയിട്ട് വറുത്ത് പൊടിച്ച് ചേർത്ത് ആണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഈ എള്ള് ചേർത്തത് കൊണ്ട് അമൃതം പൊടീൻ്റെ ചൂട് ഒന്ന് തണിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് ഇടിച്ചെടുക്കാം. മിക്സിയുടെ ജാറിലിട്ട് ഇനി ഒന്ന് അടിച്ചെടുക്കണം. അടിച്ചെടുത്താൽ ഇതിൻ്റെ തേങ്ങേൻ്റെ പാലെല്ലാം ഇങ്ങനെ വന്നാൽ എളുപ്പമായിരിക്കും ഉരുട്ടിയെടുക്കാൻ. എല്ലാം തന്നെ മിക്സിയിൽ നിന്ന് നന്നായി അടിച്ച് എടുത്തു. ഇനി ഇതിൽ ശർക്കരപ്പാനി ചേർത്ത് ഉരുട്ടിയെടുക്കാം. ഇതിൽ വെള്ളം ഉരുക്കിയത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൽ കല്ലൊന്നും തന്നെ ഒട്ടുമില്ല, കല്ല് പൂഴിയൊന്നുമില്ല, നല്ല അതുകൊണ്ട് ഞാൻ അരിച്ചില്ല. ഇനി ഇളക്കിയിട്ട് ഉരുട്ടിയെടുക്കാം. ചെറിയ ചൂടേ ഉള്ളൂ, അതുകൊണ്ട് ഇപ്പം തന്നെ ഉരുട്ടിയെടുക്കാം. മധുരം നെയ്യെല്ലാം അതാളെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാൻ നല്ല ടേസ്റ്റുള്ള ഒരു ഉണ്ടയാണ്. നമ്മുടെ അമൃതം പൊടി എള്ളുണ്ട ഇവിടെ റെഡിയായി. ഈ ഉണ്ട എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഉണ്ടയാണ്.